ദേ കിടക്കണ ആപ്പൻ താളം കണ്ടത്തിൽ എന്ന് പറഞ്ഞ അവസ്ഥയായി. പോണാക്കാണി ഒരു സാധനം എവിടെ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചിരുന്നാലും അന്നെ കേരള പോലീസ് പൊക്കും പറഞ്ഞാൽ പൊക്കിയിരിക്കും. പൊക്കിയില്ലേ? സംഭവം പത്രമാധ്യമങ്ങൾക്കൊന്നും വിവരം കൊടുത്തില്ലെങ്കിലും 10 മണിക്ക് തന്നെ കയ്യാമം വില കിട്ടില്ലേ? അത് മതി. നമ്മൾ ഉദ്ദേശ കാര്യങ്ങൾ അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. സന്തോഷമായി ഗോപിയേട്ടാ, സന്തോഷമായി. അറിയില്ലെങ്കൊക്കെ നമ്മുടെ ചിഞ്ചിത മുറ്റപ്പേനെ അറിയില്ലേ? അതായത് വൈറലാവാൻ വേണ്ടിയിട്ട് ബസ് കയറിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് സെൽഫി അടിച്ചതാ. പിന്നെ കുറച്ച് കൈ കടഞ്ഞപ്പോൾ ഈ കൈയേറ്റ് ഇങ്ങനെ എടുത്തു. ദേ പോണിപ്പോൾ. എന്തൊരു അച്ചടക്കത്തിലുള്ള പോക്കാണല്ലേ, പറുതൊക്കെ ഇട്ടിട്ട്. ആ ബസ് കയറിയിട്ട് സെൽഫി അടിക്കുമ്പോൾ ഓളെ കൊല കണ്ടിരുന്നില്ലേ? അതല്ലാതെ ഓളെ പ്രൊഫൈലൊക്കെ കംപ്ലീറ്റ് അരിച്ചു പൊറുക്കി കുറേ ആളുകളുണ്ട്, കുറേ വീഡിയോസ് പുറത്തു വിട്ടിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ പോണപ്പോക്കി? എന്തൊരു ഈമാനല്ലേ. പോണ സമയത്തടക്കം നിസ്കരിക്കാൻ പോണ മാതിരിയൊക്കെ തോന്നുന്നത്. സന്തോഷമായി. ആ സീനട്ട് കാണുമ്പോഴേ പിന്നെയും കാണാൻ തോന്നുക. പാവപ്പെട്ടൊരു മനുഷ്യനെ പരലോകത്തേക്ക് അയച്ചിട്ടേ അവൾ വൈറലാവാന്ന് വെച്ചാൽ അപ്പോൾ വൈറലാവും ചെയ്തു, വയറ്റൊന്ന് പോവുകയും ചെയ്തു. 14 ദിവസം കോടതി ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ട് നേരെ ഇനി ഉള്ളിൽ പോയി കിടക്കാനായി. ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് സെൽഫി എടുത്ത് കളിച്ചോളുണ്ട്. അവിടെ കുറേ ആൾക്കാരുണ്ട് ഇതേപോലത്തെ, കുറേ സെൽഫി അടിക്കാൻ വേണ്ടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരും സെൽഫി അടിച്ചോളുണ്ട്. ഇങ്ങനെയുണ്ട് ഒരു വൈറലാവല്. നമുക്കൊന്നും വേണ്ടേ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, വൈറലാവാൻ വേണ്ടി ശ്രമിച്ച ഇവളുകൈ ഇന്റർനാഷണൽ ലെവലിലോട്ട് വൈറലായി എന്നുള്ളതാണ്. ഈ ന്യൂസ് കണ്ടെങ്കിൽ നന്നൊന്നും കണ്ടോക്കി. العاجل الليلة من دبي المشتبه به في قضية مقتل شمجخة مصطفى رجاء التواصل مع شرطة دبي. തമിഴ്നാട്ടിലെ പിന്നെ വാർത്താ മാധ്യമങ്ങളിലടക്കം വന്നിട്ടുണ്ട്. നന്നായിട്ട് വൈറലായി. ആരും എനിക്ക് തോന്നുന്നു ഇങ്ങനെ വൈറലായിട്ടില്ല എന്ന് അപ്പം അടുത്തൊന്നും ഇവിടെ പോലെ. എന്താല്ലേ അവിടെയൊക്കെ പോയിട്ടൊന്ന് കിടക്കുക. ആ ജയിലിലൊക്കെ പോയിട്ടേ വനിതാ സെല്ലൊക്കെ ഒന്ന് പോയിട്ട് കിടക്കാലോ. വല്ലാത്ത ജാതി. ഞങ്ങള് ചോദിച്ചു കുടുംബ വീട്ടില് ഒളിച്ച് താമസിക്കായിരുന്നു. അതിനൊക്കെ കുപ്രചരണങ്ങളൊക്കെ നടത്തി പല ആളുകളും. ഇവിടെ ദുബായിക്ക് കിടന്നു, കരാമയിലുണ്ട്. ആ വോയിസൊക്കെ നിങ്ങൾ ആരെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഞാൻ ഇവിടെ ഉണ്ട്, ഇവിടെ എത്തിക്കണേ, സേഫായിട്ട് കരാമയിൽ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞേ. ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നാടകം കളിച്ചതാ. പക്ഷെ കേരള പോലീസല്ലേ മോൻ. സ്കോട്ട്ലാൻഡ് പോലീസും കേരള പോലീസും അന്വേഷണ മികവിലും പ്രതികളെ പിടിക്കുന്നതിലും നമ്പർ 1 ആണ്. അതറിയില്ല അല്ലേ? എനക്കെങ്ങനെ അറിയാം? എനിക്ക് ഈ സെൽഫി അടിച്ചിട്ട് ഇങ്ങനെ നടക്കാനല്ലേ അറിയുള്ളൂ. ഈ സെൽഫി അടിക്കുമ്പോൾ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, ഇതുപോലെ ചിലപ്പോൾ പോയിട്ട് വിചാരിക്കാതെ കെടുക്കേണ്ടി വരുന്നു ഉള്ളതെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നന്നായിട്ട് വൈറലായില്ലേ? ഇനി ഇതുപോലെ കുറച്ചെണ്ണം കൂടി ഉണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ വേണ്ടിയിട്ട് എന്ത് തമ്മാടിത്തരം പറയും. ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയുന്ന ആളുകളുണ്ടാവും, നിങ്ങളൊക്കെ അവരുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ ഇനി ഇതേപോലെ അടുത്ത് നമുക്ക് വേറൊരു സംഭവം കൂടി കാണാൻ പറ്റും. ഇതേമാതിരി ഒരു അറസ്റ്റ് ഉണ്ടാവുള്ളൂ. പ്രതീക്ഷിക്കുന്നോളി, താമസിയാതെ ഉണ്ടാവും. അപ്പം ഞാൻ അതേമാതിരി ഒരു വീഡിയോസ് വീണ്ടും വരുന്നുണ്ട്. തെമ്മാടിത്തരം വിളിച്ചു പറയാം മാന്യമായിട്ടുള്ള ആളുകളെ കുറിച്ചിട്ട് വായ തോന്നിയ തെമ്മാടിത്തരം സോഷ്യൽ മീഡിയയിൽ ഒരു ചാനലുണ്ട് എന്ന് വിചാരിച്ചിട്ട് വന്നിട്ട് എല്ലാം കാണിക്കാന്നുള്ളതാണ് വിവരം കേട്ട ചില വിവരദോഷികളായ സ്ത്രീകളുടെ ഉദ്ദേശം. എന്താ പുരുഷന്മാരൊന്നും അങ്ങനെ ചെയ്യാത്ത? യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കൊരു മാന്യത വേണ്ടേ? ആ മാന്യത അല്ലാതെ പെരുമാറുന്ന ആളുകൾക്ക് ഇതേപോലത്തെ അനുഭവം ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കിയാൽ ഒരു ഇത്തിരിയെങ്കിലും തലച്ചോറ് നായി തിന്നിട്ടില്ലെങ്കിൽ മനസ്സിലായിക്കോളും. അങ്ങനെ ഉണ്ട്. എന്തൊരു രസമുള്ള പോക്കല്ലേ. 5 നിസ്കരിക്കാൻ പോണ മാതിരിയാ പോണേ. ആ പോണ പോക്കണ്ടോ. പക്ഷേ എനിക്ക് ഒരു വിരോധാഭാസം ഒരു പോലീസ് കാണിച്ചിട്ടുണ്ട്. പ്രൈവറ്റ് വാഹനത്തിൽ വന്നിട്ടാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചെയ്തതാണോ ഇല്ലയെന്ന് വെച്ചാൽ നമുക്കറിയില്ല. എന്നിരുന്നാലും അത്ര ഒരു മര്യാദ കൊടുക്കേണ്ട ആവശ്യമൊന്നും ഈ കൊലപാതകയ്ക്കില്ല. കാരണം ഈ സ്ത്രീ കാരണമാണ് ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തത്. മാനാഭിമാനമുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് സമൂഹത്തിന് മുമ്പിൽ ഇതുപോലെ ഒരു കുപ്രചരണം നടത്തി നോക്കുമ്പോൾ അദ്ദേഹത്തിന് അത് താങ്ങാൻ കഴിഞ്ഞില്ല. മനം നൊന്ത് ആത്മഹത്യ ചെയ്തതാ. ആ ദീപകിന്റെ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ കരച്ചിലൊക്കെ നിങ്ങൾ കണ്ടല്ലേ? ഹൃദയം വിങ്ങിപ്പോവും, പൊട്ടിപ്പോവും നമുക്ക് അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇങ്ങനത്തെ ആളുകൾക്ക് ഇതുപോലത്തെ ശിക്ഷ തന്നെ കിട്ടണം. ഇനി ഇതിനൊക്കെ ജാമ്യം എടുക്കാൻ വരുന്ന ആളുകൾ ആദ്യം തച്ചോടിക്കണം. കാരണം ഇതിനൊന്നും ജാമ്യം കൊടുക്കരുത്. ഇതൊക്കെ ഒരു മാതൃകാപരമായിട്ടുള്ള ശിക്ഷയായി മാറിയിട്ട് മറ്റാളുകൾക്ക് ഇത് ഒരു ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യകാരണമായി മാറണം. ശരിക്കും ജാമ്യം കൊടുക്കാൻ പാടില്ല. 10 വർഷം എന്തായാലും തടവെന്ന് ഈ ഒരു വകുപ്പിനുണ്ടല്ലോ. ഇപ്പൊ ചാർത്തിയിട്ടുള്ള വകുപ്പിന് 10 വർഷം എന്തായാലും കിട്ടും. കെടുക്കട്ടെ 10 വർഷം. ഇത് ഒരു മാതൃകയായി മാറണം. ഈ പേര് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഒരു ഉൾഭയം വരണം. നമ്മുടെ ശിക്ഷ കുറയുന്നതിനനുസരിച്ചിട്ടാണ് ഇവിടെ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്തായാലും സന്തോഷമായില്ലേ എല്ലാവർക്കും? ഓക്കെ, ബൈ ബൈ. പുതിയൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം.